നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർലമെൻറ്റും അതിൻ്റെ പ്രതിപക്ഷവും, അസംബ്ലിയും അതിൻ്റെ പ്രതിപക്ഷവും ആരായാലും ശരി, ഭരണപക്ഷം എന്തു പറയുന്നു അതിനെ എതിർക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ചുമതലയായി അവർ കാണുന്നത്. പ്രതിപക്ഷം എന്ത് കൊണ്ടുവരുന്നോ അത് എന്ത് വില കൊടുക്കും അതിനെ തള്ളിക്കളയുക, അതാണ് ഭരണപക്ഷം ആലോചിക്കുന്നത്. അതേ സമയത്ത് ഞങ്ങളെ ബുദ്ധിയിൽ വരാത്ത ഒരു കാര്യമാണ് പ്രതിപക്ഷം ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് പാസ്സാക്കാം എന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു ഭരണകൂടം ഇപ്പോൾ ദുനിയാവിലുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇല്ല. ആർക്കും രാജ്യം നന്നാകണം എന്നോ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ സുഖമായി ജീവിക്കണമെന്നോ ഉദ്ദേശമില്ലാത്തതുപോലെ പ്രതിപക്ഷം പറയുന്നതിനെ ഭരണപക്ഷം എതിർക്കുക, ഭരണപക്ഷം പറയുന്നതിനെ പ്രതിപക്ഷം എതിർക്കുക, അങ്ങനെ പരസ്പരം എതിർക്കുക. അതിലാരാണ് വാക്ചാമർത്ഥ്യമുള്ളവർ അവർ വിജയിക്കുക. ഇതല്ലാതെ ന്യായവും അന്യായവും നോക്കി ഇത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒന്നായി യോജിച്ച് നടപ്പാക്കാമെന്ന് ഉദ്ദേശിക്കുന്ന വല്ല സംഭവങ്ങളും ഈ അടുത്ത കാലത്ത് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടതായി ഓർക്കുന്നില്ല. ഞാൻ പലപ്പോഴും പത്രങ്ങൾ വായിക്കുമ്പോഴെല്ലാം ശ്രദ്ധിച്ച ഒരു വിഷയമാണ്. പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ ന്യായങ്ങളും ഭരണപക്ഷം എതിർക്കുക എന്നല്ലാതെ അത് നല്ലതാണ്, അതുകൊണ്ട് നമുക്കത് പാസ്സാക്കി നടപ്പിൽ വരുത്താമെന്ന് പറഞ്ഞതായ ഒറ്റ സംഭവം എൻ്റെ ഓർമ്മയിൽ ഇല്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അള്ളാഹു. ഇതെന്തുകൊണ്ട് ഇവിടെ സ്ഥാനം കിട്ടണം എന്ന ഒരൊറ്റ ലക്ഷ്യം, അതിൻ്റെ അപ്പുറത്തോട്ട് പൊതുജനങ്ങളെ ചിന്തിക്കുന്ന വിഷയമേ ഇല്ല. രാഷ്ട്രീയക്കാരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ലോകത്തെ മറന്നുകൊണ്ട് വലിയ പ്രഖ്യാപനം നടത്തരുത്. ഭരണം എപ്പോഴും പോകും വരും, നമ്മുടെ കയ്യിലുണ്ടാകും, കയ്യിൽ നിന്ന് വിട്ടുപോകും. എന്തു തന്നെയായാലും ഇവിടെ സമാധാനവും ഐക്യവും രക്ഷയും ഉണ്ടാക്കാനാണ് നാം നിലകൊള്ളേണ്ടത് എന്ന് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും, ഏത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷ കക്ഷിയായാലും എല്ലാ ആളുകളും ചിന്തിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെയെങ്കിലും ഒരു തരത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കാൻ ഈ രാഷ്ട്രീയ കഴിവുപയോഗിച്ചുകൊണ്ട് ശ്രമിച്ച ആരെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അള്ളാഹു ആലം, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കണ്ടതും കേട്ടതുമെല്ലാം പ്രതിപക്ഷം പറയുന്നതിനെ ഭരണപക്ഷം എതിർത്ത് തോൽപ്പിക്കുക, ഭരണപക്ഷം പറയുന്നത് പ്രതിപക്ഷം എതിർത്ത് തോൽപ്പിക്കുക. ചിലപ്പോൾ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ പാത്തായി പോകും എന്നല്ലാതെ ഒരു യോജിപ്പോട് കൂടി രണ്ട് വിഭാഗവും ഒന്നായി ഇവിടെ ഒരു നിയമം കൊണ്ടുവന്നതായി നാം കാണുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് പഠിപ്പിച്ചത് ന്യായവും മര്യാദയും നോക്കി ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്തണം, അതാണ് പഠിപ്പിച്ചത്.